വാർത്തകൾ വിശദമായി നോക്കാം. മ്യാൻമറിലും തായ്ലൻഡിലെ ബാങ്കോക്കിലുമുണ്ടായ വൻ ഭൂചലനത്തിൽ മരണം 1000 കടന്നു. 2000-ഓളം പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്. മ്യാൻമറിലെ 6 പ്രവിശ്യകൾ പൂർണ്ണമായും തകർന്നടിഞ്ഞു. 15 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നും പ്രത്യേക വിമാനം പുറപ്പെട്ടു. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചെയ്യുന്നുണ്ട്. രാജേഷ്, വളരെ ദാരുണമായ സംഭവമാണ്. മരണം 1000 കടന്നിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ നടുക്കിയ ആ ഭൂചലനത്തിൽ ഇപ്പോൾ മരണസംഖ്യ 1000 കടന്നിരിക്കുന്ന ഒരു വാർത്തയാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ പരിക്കേറ്റ ഇന്നലെ നടന്ന വലിയ തീവ്രമായ ഭൂചലനത്തിൽ ഇപ്പോൾ പരിക്കേറ്റവരുടെ എണ്ണം 2000 കടന്നു എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നു. ഇന്നലെ ഉച്ചയോടെയായിരുന്നു ഇതുപോലെ രാജ്യത്ത് നടക്കിയ അല്ലെങ്കിൽ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ നടുക്കിയ ഭൂചലനം ഉണ്ടാകുന്നത്. റിക്ടർ സ്കെയിലിൽ 7.7 രേഖപ്പെടുത്തിയ ഭൂചലനം ഇത് മ്യാൻമറുടെ ചരിത്രത്തിൽ ഇത്രത്തോളം ഒരു വലിയതുള്ള ഒരു നാശം സംഭവിച്ച ഒരു ഭൂചലനം ഇത് ആദ്യമായിട്ടാണ്. നിലവിൽ ഇപ്പോൾ 2 തവണ ഭൂചലനത്തിൽ അല്ലെങ്കിൽ ഭൂമികുലുക്കത്തിൽ ഇപ്പോൾ മരണസംഖ്യ 1000 കടന്നു എന്നൊരു വാർത്തയാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം തന്നെ തായ്ലാൻഡിലെ തലസ്ഥാനമായ ബാങ്കോക്കിലും നിരവധി പേർ ഇപ്പോഴും തകർന്നു വീണ ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തിരുന്നു. രക്ഷാപ്രവർത്തനം തായ്ലൻഡിനെ സംബന്ധിച്ചോളം അതിവേഗത്തിൽ പുരോഗമിക്കുമ്പോൾ മ്യാൻമറിനെ സംബന്ധിച്ചോളം ഒരു രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള വെല്ലുവിളി തന്നെയാണ് നേരിടേണ്ടി വരുന്നത്. അതിൽ പ്രധാനമായും ദേശീയ പാതയടക്കം ചരിത്ര പ്രസിദ്ധമായ നിരവധി പാലങ്ങളടക്കം ഈ തകർന്ന ഒരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തകർക്ക് ഈ കുടുങ്ങിയെടുക്കുന്ന ആളുകളിലേക്ക് എത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് മ്യാൻമറിനെ സംബന്ധിച്ചോളം നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ രാജ്യത്ത് നിലനിന്നിരുന്ന അല്ലെങ്കിൽ പട്ടാള ഭരണത്തിന് മൂലം നിലനിന്നിരുന്ന ആഭ്യന്തര കലഹങ്ങളെല്ലാം ഒരു രക്ഷാപ്രവർത്തനം ആക്കുന്നതിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യവും മ്യാൻമറിനെ സംബന്ധിച്ചോളം നിലനിൽക്കുന്നു. ഇന്നലെ ഉച്ചയോടെ നടന്ന മ്യാൻമറിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും വലിയൊരു ഭൂചലനത്തിൽ നിരവധി പേർക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ആ സംഖ്യ 1000 കടന്നിരുന്നു. ഇന്നലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കിയിരുന്നു ഈ ഭൂചലനം റിക്ടർ സ്കെയിലിൽ അതിവേഗത അല്ലെങ്കിൽ തീവ്രമായ ഭൂചലനമാണ് ഇപ്പോൾ അനുഭവപ്പെട്ടിരിക്കുന്നത്. അത് മരണസംഖ്യ കൂടാനുള്ള സാഹചര്യം കൂടി ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ് ജിയോളജിക്കൽ സർവേ കണ്ടെത്തിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഒരു രക്ഷാപ്രവർത്തനം അതിവേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് ഇരു രാജ്യങ്ങളും. എന്തായാലും തായ്ലാൻഡിലെ പ്രകമ്പനമുണ്ടായ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തന്നെ നിരവധി പേർ ഇതുപോലെ അപകടം അല്ലെങ്കിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തിരുന്നു. ഇനി ഒരു മരണസംഖ്യ കൂടാനുള്ള സാഹചര്യം കൂടി ഇപ്പോഴാണ് മ്യാൻമറിലെ ഇരു സർക്കാരും അല്ലെങ്കിൽ മ്യാൻമറിലെ പട്ടാള ഭരണകൂടം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നലെ ഉച്ചയോടെ നടന്ന വലിയ ദുരന്തത്തിന് പിന്നാലെ പ്രധാനമന്ത്രി ഒരു അടിയന്തര യോഗം വിളിച്ച് ഒരു അന്താരാഷ്ട്ര സഹായത്തിന് ആഹ്വാനം ചെയ്തിരുന്നു അല്ലെങ്കിൽ അപേക്ഷിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങൾ, ഇന്ത്യ അടക്കം UN അടക്കമുള്ള ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഒരു സഹായഹസ്തവുമായി രംഗത്ത് വരികയാണ്. ഇന്ത്യ 15 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയുടെ വ്യോമയാനം ഇപ്പോൾ പുറപ്പെട്ടു. ഇത് എത്തിച്ചേർന്നിരിക്കുന്നു. അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ അടക്കം അല്ലെങ്കിൽ പട്ടിണി മൂലം അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാത്ത മ്യാൻമറിനെ സംബന്ധിച്ചോളം ഒരു വലിയ രീതിയിലുള്ള സഹായം തന്നെയാണ് ഇപ്പോൾ മ്യാൻമറിനെ സംബന്ധിച്ചോളം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്കോക്കിലെ തായ്ലൻഡ് തലസ്ഥാന നഗരമായ ബാങ്കോക്കിലടക്കം ഒരു ദുരന്തകാല അടിയന്തരാവസ്ഥ നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മ്യാൻമറെ സംബന്ധിച്ചോളം മ്യാൻമറിലെ 6 പ്രധാന പ്രവിശ്യകളാണ് ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് UN അടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 2021 മുതൽ രാജ്യത്ത് പട്ടാള ഭരണമാണെങ്കിലും ഇപ്പോൾ അന്താരാഷ്ട്ര സംഘടനകൾ രാജ്യത്ത് പ്രവർത്തിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി ഇപ്പോൾ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടങ്ങളടക്കം നിരവധി കെട്ടിടങ്ങൾ തകർന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ മ്യാൻമറിനെ സംബന്ധിച്ചോളം ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ് എത്രത്തോളം തീവ്രമാണ് ഇതിന്റെ ഒരു ആഘാതം. റിക്ടർ സ്കെയിലിൽ 7.7 എന്ന് രേഖപ്പെടുത്തിയ ആ വലിയ അല്ലെങ്കിൽ തീവ്രമായ ഭൂചലനം ഒരു 250 കിലോമീറ്റർ വരെ ഒരു നാശനഷ്ടം വ്യാപിപ്പിക്കാനുള്ള അല്ലെങ്കിൽ നാശനഷ്ടം സംഭവിക്കാനുള്ള ഒരു ഭൂചലനമാണ് ഇന്നലെ രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ ഇന്നലെ 12:50 രേഖപ്പെടുത്തിയ റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂചലനം കൊണ്ട് വ്യക്തമാക്കുന്നത്. ഇതിൽ തന്നെ 1000 മരിച്ചവരുടെ എണ്ണം, ഇരു രാജ്യങ്ങളിലുമായി മരിച്ചവരുടെ എണ്ണം 1000 കടന്നു എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. എന്തായാലും മ്യാൻമറിനെ സംബന്ധിച്ചോളം അന്താരാഷ്ട്ര സംഘടനകളെല്ലാം ഇപ്പോൾ ഒരു സഹായ ഹസ്തവുമായി രംഗത്ത് വന്നൊരു സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ ഈ ഇരു രാജ്യങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയുമായി അടുത്ത ബന്ധമുള്ള മ്യാൻമറിനെ സംബന്ധിച്ചോളം ഇന്ത്യ തന്നെ പെട്ടെന്ന് അല്ലെങ്കിൽ ഉടനടി ഒരു വിവിധ സഹായങ്ങൾ പ്രഖ്യാപിക്കുകയും തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെയോടെ ഇന്ത്യയുടെ വ്യോമയാനം ഇപ്പോൾ ദുരിതാശ്വാസ സാമഗ്രികളുമായി രംഗത്ത് വന്നൊരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും നിരവധി തവണ മ്യാൻമറിനെ സംബന്ധിച്ചോളം ഭൂചലനം ഉണ്ടായെങ്കിലും ഇത്രത്തോളം ഒരു വ്യാപകമായ അല്ലെങ്കിൽ വിവിധ നാശനഷ്ടങ്ങളും അതിനുപോലെ തന്നെ നിരവധി ജീവനങ്ങളെടുത്ത ഒരു ഭൂചലനം ഈ മ്യാൻമറിന്റെ ചരിത്രത്തിൽ ഇതൊരു ആദ്യമായാണ്.
ഇരു രാജ്യങ്ങളിലുമായി ഇപ്പോൾ മരണസംഖ്യ 1000 കടന്നു എന്നൊരു വാർത്തയാണ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നത്. ഇനി വരും മണിക്കൂറിൽ ഈ രക്ഷാപ്രവർത്തനം എല്ലാം ദ്രുതഗതിയിലാക്കാനുള്ള സാഹചര്യമാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെക്കുന്നത്. അതേസമയം തന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട 6 പ്രവിശ്യകൾ തകർന്നടഞ്ഞ സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങളെല്ലാം ഒരു സഹായഹസ്തവുമായി ഇപ്പോൾ രംഗത്ത് വരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും മരണസംഖ്യ 1000 കടന്നു എന്നൊരു വാർത്തയാണ് മ്യാൻമറിനെ സംബന്ധിച്ചോളം, തലസ്ഥാനം അല്ലെങ്കിൽ തായ്ലൻഡിനെ സംബന്ധിച്ചോളം പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുന്നത്. ആതിര, രാജേഷ്, ഇനിയും നിരവധി പേർ കെട്ടിടത്തിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? രക്ഷാപ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? 2000-ഓളം പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇരു രാജ്യങ്ങളിലും നടുക്കിയ ദുരന്തത്തിൽ അല്ലെങ്കിൽ തീവ്രമായ ഭൂചലനത്തിൽ നിരവധി പേരാണ് ഇപ്പോൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത്. അതിൽ പ്രധാനമായി 2000-ലധികം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നൊരു കാര്യം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നു. അതേസമയം തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഏറെ വെല്ലുവിളിയായി തീർന്നത് നിലവിലെ പട്ടാള ഭരണം അല്ലെങ്കിൽ നിലവിൽ രാജ്യത്ത് നിലനിൽക്കുന്ന ആഭ്യന്തര കലഹങ്ങളും അതേപോലെ തന്നെ ഇന്നലെ നടന്ന ഭൂചലനത്തിന് പിന്നാലെ വിവിധ ദേശീയപാതകളടക്കം ചരിത്ര പ്രസിദ്ധമായ പാതകളടക്കം തകർന്ന സാഹചര്യത്തിൽ ഈ കുടുങ്ങിയെടുക്കുന്ന ആളുകൾക്കിടയിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നൊരു കാര്യമാണ് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ഏറെ വെല്ലുവിളിയായി തീരുന്നത്. അതേപോലെ തന്നെ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളോടും മറ്റു രാജ്യങ്ങളോടും ഒരു സഹായമായി പ്രധാനമന്ത്രി ഇന്നലെ തന്നെ രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളെല്ലാം ഒരു സഹായം രംഗത്ത് വന്ന സാഹചര്യത്തിൽ ഇനി രക്ഷാപ്രവർത്തനങ്ങളെല്ലാം ഏതെല്ലാം രീതിയിൽ മുന്നോട്ട് പോകും. അതേസമയം തന്നെ മരണസംഖ്യയിൽ ഇനി മരണസംഖ്യ സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം മ്യാൻമർ സർക്കാർ അല്ലെങ്കിൽ മ്യാൻമർ പട്ടാള ഭരണകൂടത്തിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ചരിത്രത്തിൽ ആദ്യമായി ഇത്രത്തോളം ഒരു വലിയ രീതിയിലുള്ള ഒരു ഭൂചലനം ഉണ്ടാകുന്നത് മ്യാൻമറിനെ സംബന്ധിച്ചോളം ഒരു ആദ്യമായാണ്. ഇരു രാജ്യങ്ങളിലും അല്ലെങ്കിൽ മ്യാൻമറിനെ സംബന്ധിച്ചോളം അയൽരാജ്യമായ തായ്ലാൻഡിനെ സംബന്ധിച്ചോളം ഒരു വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പ്രധാനമായും 1000-ലധികം മരണങ്ങളാണ് ഇപ്പോൾ മ്യാൻമറിലെ പട്ടാള ഭരണകൂടം വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ 2000-ലധികം പേർക്ക് പരിക്കേറ്റെന്ന കാര്യം കൂടി, ഒരു ദാരുണമായ വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നു. അതേസമയം തന്നെ നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും മരണസംഖ്യ കൂടാനുള്ള സാഹചര്യം കൂടി യുണൈറ്റഡ് സ്റ്റേറ്റ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുന്ന ഒരു കാര്യം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നു. അതേസമയം തന്നെ തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലെ ഇന്ത്യ എംബസി ഇന്നലെ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം തായ്ലാൻഡിലെ ഇന്ത്യക്കാരെല്ലാം സുരക്ഷിതരാണ് ഒരു പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ ഒരു ആശ്വാസം നൽകുന്ന ഒരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. അതേസമയം തന്നെ ഈ ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നത് ഇന്ത്യയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഈ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചോളം ഒരു ആശ്വാസം നൽകുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനം അതിവേഗത്തിൽ പുരോഗമിക്കാനുള്ള സാഹചര്യമാണ്. നിരവധി രാജ്യങ്ങൾ സഹായമായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം അതിവേഗത്തിൽ പുരോഗമിക്കാനുള്ള സാഹചര്യമാണ് മ്യാൻമറിനെ സംബന്ധിച്ചോളം ഇപ്പോൾ തായ്ലൻഡിനെ സംബന്ധിച്ചോളം റിപ്പോർട്ട് ചെയ്യുന്നത്. ആതിര, ശരി, രാജേഷ് ശ്രീനിവാസനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.